നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. 6 വർഷം മുമ്പ് കാണാതായ ഒരു യുവാവ്. ഏറെ പ്രതീക്ഷകളോടെ മകൻ മടങ്ങി വരുമെന്നായിരുന്നു ആ കുടുംബം വിചാരിച്ചിരുന്നത്. എന്നാൽ അവന്റെ സുഹൃത്തുക്കൾ ഒരിക്കലും അവൻ മടങ്ങി വരില്ല എന്ന് ഉറപ്പിച്ചിരുന്നു. ഒരു കാലത്തും തങ്ങൾ ചെയ്തിട്ടുള്ള ആ ക്രൂരകൃത്യത്തിനെ പോലീസും തങ്ങളെ തേടി വരില്ല എന്നുള്ള അമിത ആത്മവിശ്വാസത്തിലായിരുന്നു ആ സുഹൃത്തുക്കൾ ഇരുന്നിരുന്നത്. എന്നാൽ എല്ലാവരെയും നടുക്കിക്കൊണ്ടാണ് ആ വാർത്ത പുറത്തു വന്നത്. കോഴിക്കോട് അമിത അളവിൽ ലഹരി കുത്തിവെച്ചതിനെ തുടർന്ന് മരിച്ച യുവാവിനെ കുഴിച്ചിട്ട സംഭവത്തിൽ പ്രതികളുടെ കൂടുതൽ മൊഴി പുറത്തു വരുമ്പോൾ അക്ഷരാർത്ഥത്തിൽ എല്ലാവരും ഞെട്ടുകയാണ്. വിജിലിന്റെ മൃതദേഹം ചതുപ്പിൽ താഴ്ത്തി 8 മാസത്തിന് ശേഷം ഒരസ്ഥി കടലിൽ ഒഴുക്കിയതായി ഇപ്പോൾ സുഹൃത്തുക്കളായിട്ടുള്ള പ്രതികൾ തന്നെയാണ് മൊഴി നൽകിയിരിക്കുന്നത്. വിജിൽ എന്ന് പറയുന്ന യുവാവിന്റെ ബൈക്ക് കല്ലായി റെയിൽവേ സ്റ്റേഷന് സമീപം ഉപേക്ഷിച്ചതായും പ്രതികൾ മൊഴി നൽകുകയാണ്. ഇതോടെ ബൈക്ക് കണ്ടെത്താനുള്ള ശ്രമങ്ങളിലേക്ക് കടക്കുകയാണ് പോലീസ്. 6 വർഷം മുമ്പ് നാട് വിട്ടതെന്ന് കരുതിയ 29-കാരൻ ബ്രൗൺ ഷുഗർ ഇഞ്ചക്ഷൻ എടുത്തതിനെ തുടർന്ന് മരിച്ചതാണെന്ന് മൊഴിയാണ് രംഗത്ത് വന്നിരിക്കുന്നത്. മൃതദേഹം സരോവരത്തെ കണ്ടൽക്കാട്ടിലെ വെള്ളക്കെട്ടിൽ കല്ല് വെച്ച് മുക്കിയതായി ഒപ്പമുണ്ടായെന്നവർ കുറ്റസമ്മത മൊഴി നൽകി. പിന്നീട് 8 മാസത്തിന് ശേഷം പ്രതികൾ അസ്ഥിയെടുത്ത് മരണാനന്തര കർമ്മങ്ങൾ ചെയ്തുവെന്നും മൊഴിയിലുണ്ട്. സിറ്റി പോലീസ് പരിധിയിൽ നിന്ന് കാണാതായവരെ കുറിച്ചുള്ള അന്വേഷണം അടുത്തിടെ കമ്മീഷണറുടെ നിർദ്ദേശപ്രകാരം ഊർജിതപ്പെടുത്തിയിരുന്നു. ഇതിനിടെയാണ് സുഹൃത്തുക്കളെ വീണ്ടും ചോദ്യം ചെയ്തതും അവർ കുറ്റം സമ്മതിച്ചതും. എരഞ്ഞിപ്പാലം വാഴത്തിരുത്തി കൊളങ്ങരക്കണ്ടി മിത്തിൽ കെ നിഖിൽ, വേങ്ങേരി തടമ്പാട്ട് താഴം വീട്ടിൽ എസ് ദിബേഷ് എന്നിവരെയാണ് എലത്തൂർ പോലീസ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇവരെ റിമാൻഡ് ചെയ്തു. നിഖിലിനെ ബാംഗ്ലൂരിൽ നിന്നാണ് പിടികൂടിയത്. ഇവർക്കൊപ്പം പങ്കാളിയായിരുന്ന രഞ്ജിത്ത് ബാംഗ്ലൂരിൽ ഒളിവിലാണ്. ഇലക്ട്രീഷ്യനായ വിജിലിനെ തേടി അച്ഛൻ ഉൾപ്പെടെയുള്ള ബന്ധുക്കളും പോലീസും ഒട്ടേറെ തവണ 3 പേരെയും ചോദ്യം ചെയ്യെങ്കിലും അവൻ തീവണ്ടി കയറിപ്പോയെന്ന് മാത്രമേ അറിയൂ എന്ന മറുപടി മാത്രമാണ് നൽകിയത്. 2019 മാർച്ച് 17 ഉച്ചതിരിഞ്ഞാണ് സംഭവം നടക്കുന്നത്. വീട്ടിൽ നിന്ന് ബൈക്കിൽ സുഹൃത്തുക്കളുടെ അടുത്തേക്ക് പോയതാണ് വിജിൽ. സരോവരത്തെ പറമ്പിൽ വെച്ച് ബ്രൗൺ ഷുഗർ കൊണ്ടുവന്ന നിഖിൽ അത് വലിച്ചു. മറ്റു 3 പേർ അത് ഇഞ്ചക്ഷനായാണ് ഉപയോഗിച്ചത്. ഏറെ നേരം കഴിഞ്ഞിട്ടും വിജിൽ ഉണർന്നില്ല. അവിടെ തന്നെ കിടത്തി മറ്റുള്ളവർ പോയി. രാത്രി തിരിച്ചു വന്നപ്പോഴും അതേപോലെ കിടക്കുന്നത് കണ്ടതോടെ മരിച്ചെന്ന് കൂട്ടുകാർക്ക് വ്യക്തമായി. കുറ്റിക്കാട്ടിലേക്ക് മൃതദേഹം മാറ്റിക്കിടത്തിയ ശേഷം വിജിലിന്റെ ബൈക്കും മൊബൈലും എടുത്ത് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ പാർക്കിംഗ് ഏരിയയിൽ വെച്ചു. പിറ്റേന്ന് വന്ന് മൃതദേഹം വെള്ളത്തിലേക്ക് താഴ്ത്തി മുകളിൽ ചെങ്കല്ല് കയറ്റിവെച്ചു. 8 ദിവസം കഴിഞ്ഞ് നോക്കിയപ്പോൾ തല വെള്ളത്തിന് മുകളിലേക്ക് ഉയർന്നത് കണ്ടു. തുടർന്ന് ഭാരമേറിയ കരിങ്കല്ല് കൂടി ശരീരത്തിലേക്ക് കയറ്റിവെച്ച് പൂർണ്ണമായി വെള്ളത്തിനടിയിലാക്കിയെന്ന് മൊഴിയിൽ പറയുന്നു. 6 വർഷം മുമ്പ് വീട്ടിൽ നിന്ന് സുഹൃത്തുക്കളോടൊപ്പം പോയ വിജിലിന്റെ തിരോധാന കേസിൽ വഴിത്തിരിവുണ്ടായത് മിസ്സിംഗ് കേസ്, മർഡർ കേസ് പോലെ അന്വേഷിച്ചതുകൊണ്ടാണ്. നഗരത്തിലെ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ വർഷങ്ങളായി തുമ്പില്ലാതെയുള്ള കാണാനില്ല കേസുകളെല്ലാം പുനരന്വേഷിക്കണമെന്ന സിറ്റി പോലീസ് കമ്മീഷണർ ടി നാരായണന്റെ കർശന നിർദ്ദേശവും ആഴ്ചതോറുമുള്ള അവലോകനവുമാണ് നിർണായകമായത്. വിജിൽ നാട് വിട്ടെന്നും ഒരു ദിവസം തിരിച്ചു വരുമെന്നും കരുതിയവർക്കിടയിലേക്ക് വീണ്ടും എലത്തൂർ പോലീസ് ഇറങ്ങി സജീവ അന്വേഷണം ആരംഭിച്ചു. കാണാതാകുന്ന ദിവസം ഒപ്പമുണ്ടായിരുന്ന 3 പേരെയും വീണ്ടും ചോദ്യം ചെയ്തു. ഇതിലാണ് നിർണായക വിവരം ലഭിച്ചത്. കുറ്റബോധത്താൽ വിഷമിച്ചിരുന്ന ഒരാൾ അന്ന് നടന്ന കാര്യങ്ങൾ വെളിപ്പെടുത്തി. പ്രതികളെ വെവ്വേറെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തതിലൂടെ ഇത് സ്ഥിരീകരിച്ചു. എലത്തൂർ ഇൻസ്പെക്ടർ KR രഞ്ജിത്തിന്റെ നേതൃത്വത്തിലായിരുന്നു അന്വേഷണം. സീനിയർ സിവിൽ പോലീസ് ഓഫീസർ വൈശാഖും അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു. പ്രതികളെന്ന് സംശയിക്കുന്നവരുടെ ഫോൺ കോൾ രേഖകളും തുടർന്നുള്ള ദിവസങ്ങളിലെ ഇടപാടുകളും പരിശോധിച്ചാണ് ലക്ഷ്യത്തിലേക്ക് എത്തിയത്. അറസ്റ്റ് രേഖപ്പെടുത്തിയ 2 പ്രതികളെയും കൊയിലാണ്ടി ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് S അജി കൃഷ്ണൻ മുൻപാകെ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. പ്രതികളെ അടുത്ത ദിവസം കസ്റ്റഡിയിൽ വാങ്ങി എരഞ്ഞിപ്പാലത്തെ സരോവരം കണ്ടൽ പ്രദേശത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തുമെന്ന് ടൗൺ അസിസ്റ്റന്റ് കമ്മീഷണർ TK അഷ്റഫ് അറിയിച്ചു. 2019 മാർച്ച് 17 മുതലാണ് വിജിലിനെ കാണാതായതെങ്കിലും വീട്ടുകാർ പരാതി നൽകിയത് ഏപ്രിൽ 7 മാത്രമാണ്. ഇത്രയേറെ വൈകിയതിന്റെ പ്രധാന കാരണം വിജിൽ നാട് വിട്ടതാണെന്ന പ്രചാരണമായിരുന്നു. മുൻപും നാട് വിട്ട് മുംബൈയിൽ പോയിരുന്നെന്നും കുറച്ചു ദിവസങ്ങൾക്ക് ശേഷമാണ് തിരിച്ചു വന്നത് എന്നുള്ളതുമാണ് ഈ പ്രചാരണത്തിന് കരുത്തേകിയത്. വിജിൽ തമിഴ്നാട്ടിലേക്കാണ് പോയതെന്നും അവിടെ വിവാഹം കഴിച്ചെന്നെല്ലാമുള്ള പ്രചാരണം ഈ സുഹൃത്തുക്കൾ തന്നെ നടത്തിയിരുന്നു. വിജിലിന്റെ അച്ഛൻ NP വിജയനാണ് എലത്തൂർ പോലീസ് സ്റ്റേഷനിലെത്തി 21 ദിവസത്തിന് ശേഷം പരാതി നൽകിയത്.
കുറ്റസമ്മത മൊഴി പുറത്തു വന്നതിനെ തുടർന്ന് നിഖിലിനെയും ദീപേഷിനെയും മനഃപൂർവ്വമല്ലാത്ത നരഹത്യ, തെളിവ് നശിപ്പിക്കൽ, മൃതദേഹത്തോട് അനാദരം കാണിക്കൽ എന്നീ കുറ്റങ്ങൾ ചുമത്തി തിങ്കളാഴ്ച പുതിയ ഒരു എഫ്ഐആർ എലത്തൂർ പോലീസ് രജിസ്റ്റർ ചെയ്തു. മൃതദേഹത്തിനായി സരോവരത്ത് തിരച്ചിൽ നടത്തും. എന്നെങ്കിലും അവൻ വരുമെന്നായിരുന്നു പ്രതീക്ഷ. ഓരോ നേരത്തെ ഭക്ഷണവും കരുതി അവനായി കാത്തിരുന്നു. ആ പ്രതീക്ഷ നഷ്ടമായി. 6 വർഷം മുമ്പ് കാണാതായ വെസ്റ്റ് ഹിൽ വേലത്തിപ്പടിക്കൽ വിജിൽ മരിച്ചതറിഞ്ഞതോടെ പിതാവ് വിജയന്റെ വാക്കുകളാണിത്. മറുനാട്ടിൽ വിവാഹം കഴിച്ച് ജീവിക്കുന്നുണ്ടാവുമെന്ന വിശ്വാസത്തിലായിരുന്നു ഇത്രയും നാൾ ദിവസങ്ങൾ തള്ളി നീക്കിയതെന്നും വിജയൻ പറഞ്ഞു. മകൻ മരിച്ച വിവരം പോലീസ് ബന്ധുക്കളെ അറിയിച്ചതോടെയായിരുന്നു പിതാവിന്റെ പ്രതികരണം. വിജിലനെ കണ്ടെത്തുന്നതിന് വേണ്ടി നാട്ടുകാരോ ബന്ധുക്കളോ ഇതുവരെ രംഗത്തിറങ്ങിയിരുന്നില്ല. പോലീസിൽ നൽകിയ പരാതിയല്ലാതെ നാട്ടിൽ കർമ്മസമിതി രൂപവൽക്കരിച്ചുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടായില്ല. യുവാവ് മയക്കുമരുന്ന് സംഘത്തിൽ പെട്ടെന്ന പ്രചാരണമാണ് നാട്ടുകാരെ ഇതിൽ നിന്നും പിന്തിരിപ്പിച്ചത്. ഏതായാലും 6 വർഷങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ ആ ഒരു നടുക്കുന്ന വാർത്ത. സ്വന്തം സുഹൃത്തുക്കൾ തന്നെ ഇത്തരത്തിൽ കൂട്ടമായിരുന്ന മയക്കുമരുന്ന് ഉപയോഗിക്കുകയും അതിലൊരാൾ മരണപ്പെടുകയും ആരും അറിയാതെ ആ മൃതദേഹം മറവ് ചെയ്യുകയും ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ റിമാൻഡിലുള്ള 1ഉം 3ഉം പ്രതികളായ നിഖിലിനെയും ദീപേഷിനെയും കസ്റ്റഡിയിൽ വാങ്ങാൻ അന്വേഷണ സംഘം ഇന്ന് അപേക്ഷ നൽകും. കൊയിലാണ്ടി കോടതിയിലാണ് അപേക്ഷ നൽകുന്നത്. പ്രതികളെ കസ്റ്റഡിയിൽ ലഭിച്ചാൽ ഉടൻ മൃതദേഹം കണ്ടെടുക്കാനുള്ള നടപടികൾ തുടങ്ങുമെന്നും പോലീസ് അറിയിച്ചു. വിജിലും പിടിയിലായ ഈ പ്രതികളും ചെറുപ്പം മുതലേ ഉറ്റ സുഹൃത്തുക്കളായിരുന്നു. CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചും ഫോൺ ടവർ കേന്ദ്രീകരിച്ചുമെല്ലാം നടത്തിയ അന്വേഷണത്തിൽ വിജിൽ സുഹൃത്തുക്കൾക്കൊപ്പം പോയതാണെന്ന് പോലീസ് കണ്ടെത്തി. ഈ സൂചനകളെ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണമാണ് പ്രതികളിലേക്ക് എത്തിച്ചത്. യുവാക്കളുടെ മൊഴികളിലെ വൈരുദ്ധ്യവും തുണയായി. ഇത് സംബന്ധിച്ച് കൂടുതൽ അന്വേഷണം ഉണ്ടാവും. മരണം സംബന്ധിച്ച വസ്തുത അപ്പോൾ മാത്രമേ വ്യക്തമാവൂ എന്നാണ് പോലീസ് നൽകുന്ന സൂചന.